ഒരു 10 മലയാള സിനിമയുടെ അത്ര വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിനിമയാണ്. എടാ എന്താ പറയാ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പടം. എല്ലാവരും വളരെ ഞങ്ങൾക്ക് ഏകദേശം 160 ബെന്നിച്ചേട്ടാ എത്ര ദിവസമായിരുന്നു? 160 ദിവസമാണ് നമ്മുടെ ഷൂട്ട്. 120 ദിവസം ഷൂട്ടുള്ളായിരുന്ന ഒരു വലിയ പടമായിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നിസാം പറയുന്നു അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഞാനിപ്പോഴാണ് ഈ പടം മൊത്തത്തിൽ കാണുന്നത്. പല കാര്യങ്ങളും ഇതിങ്ങനെയാണല്ലേ, എനിക്കിപ്പോഴാണ് ഇത് കണക്റ്റ് ആയതൊക്കെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും നിസാമിന് തന്നെയാണ്. ഒരു നിസാം ബഷീർ പടമാണിത്. ഗംഭീര അഭിപ്രായം, ഗംഭീര പടമായിരിക്കും ഉറപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് പടം തിയേറ്ററിൽ പോയി കാണുക. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. നടൻ എന്ന നിലയിൽ ഇതിൽ ഖാലിദ് റഹ്മാന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എടാ എന്താ പറയാ, എനിക്ക് റഹ്മാനെ നേരത്തെ അറിയാം. ഞങ്ങൾ ABCD തൊട്ട് ഒരുമിച്ച് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പിയാണ്. എന്താ അങ്ങനെ ഒരു നടനം എന്നൊരു രീതി. എടാ ഒന്നും പറയാൻ പറ്റില്ല ജയിലർ 2 കുറിച്ച്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരു സെക്കൻഡിലോ അല്ലേ വരുന്നുള്ളൂ. ആ മലയാളികൾ കുറെ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും നമുക്ക് പറയാറായിട്ടില്ല. ജയിലർ എനിക്ക് തോന്നുന്നു ഒക്ടോബർ 15 റിലീസ് ഉണ്ടാവും. ഒക്ടോബർ 15. അതെ. സെറ്റിൽ രജനി സാറിനെ കൂടെ സംസാരിക്കാൻ അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു? അത് നമുക്ക് റിലീസ് ചെയ്യേണ്ടി കോമ്പിനേഷൻ പറയണ്ട, എന്തെങ്കിലും ഫസ്റ്റ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? ഹായ് പറഞ്ഞു. അത്രേ ഉള്ളൂ. ജയിലർ 15 അല്ല ഒക്ടോബർ 15 ഇറങ്ങുമ്പോൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. എക്സൈറ്റഡ് ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഭാഗമാവുക എന്നൊക്കെ പറയണത് വലിയ സിനിമയല്ലേ. നമ്മൾ ഒരു 10 മലയാള സിനിമയുടെ അത്ര വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒന്നും പറയാൻ പറ്റില്ല. നീ എന്റെ ജോലി കളിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോകും. ശരി എന്നാ, ഓക്കെ, താങ്ക് യു. ആ കഴിഞ്ഞു. ഓക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഷൂട്ട് മൊത്തം കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ.